ചക്കരാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നൊരു കൊഴുവ അല്ലെങ്കിൽ നത്തോലി എന്ന് പറയുന്ന മീൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 4 തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് നെടുകെ കീറിയത്, മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, 4 സവാള നീളത്തിൽ അരിഞ്ഞതും. മറ്റൊരു പാത്രത്തിലേക്ക് തക്കാളിയും സവാളയും പച്ചമുളക് ഇഞ്ചിയും കൂടി ചേർക്കുക. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ആദ്യമായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും ഇവയെല്ലാം ചേർത്ത് കൈ കൊണ്ട് നല്ലവണ്ണം ഉടച്ച് എടുക്കുക. തക്കാളിയുടെ പൾപ്പ് പുറത്ത് വരുന്ന രീതിയിൽ നല്ലവണ്ണം ഉടയ്ക്കുക. കാരണം ഇതിലേക്ക് മറ്റ് പുളിയോ ഒന്നും ചേർക്കുന്നില്ല. തക്കാളിയുടെ പുളി കൊണ്ട് സ്വാദുണ്ടാവണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. അതും കൂടെ ചേർത്ത് മീനും ചേർത്ത് സ്പൂണ് കൊണ്ട് ഇളക്കുക. മീനിട്ട് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഇളക്കാൻ പാടില്ല. കാരണം മീൻ ഉടഞ്ഞു പോകും, കുഞ്ഞു മീനായതുകൊണ്ട്. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് എല്ലാം ചേർത്ത് മിക്സാക്കി ലാസ്റ്റിൽ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. ഒരു പാനിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 തണ്ട് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നൈസായിട്ട് ഒന്ന് ഇളക്കി മറിച്ച് ഇട്ട് കൊടുക്കുക. അത് മറ്റു സ്പൂണോ ഒന്നും കൊണ്ട് ഇളക്കരുത്. തടി കൊണ്ടുള്ള സ്പൂൺ ഏതെങ്കിലും കൊണ്ട് നൈസായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നൈസായിട്ടൊന്ന് ഇളക്കി ഒരു മൂടി കൊണ്ട് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പെടുത്ത് നോക്കൂ. നല്ലവണ്ണം ഏകദേശം പാകമായി വരുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി, അധികം വെള്ളം വേണ്ട. അതിന് പുറത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് സ്വാദിഷ്ടമായ നത്തോലി മസാല റെഡിയാക്കി എടുക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് ചോറിനും എല്ലാത്തിനും നല്ലതാണ്. ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.